ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർത്ത് സെമിസ്റ്ററിൻ്റെ ബികോം BBAയുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ചാപ്റ്റേഴ്സ് തിയറി പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1 നമുക്ക് എന്തൊക്കെ തിയറീസ് ആണ് പഠിക്കണേ നോക്കാം. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കുക? എന്താ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ എക്സ്പെൻസ് ഇൻകേർഡ് ഓൺ ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ആർട്ടിക്കിൾ. അതായത് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചെലവിനെയും കൂടി നമ്മൾ ടോട്ടലി വിളിക്കുന്ന പേരാണ് കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ടോട്ടൽ എക്സ്പെൻസ് ഇൻകേർഡ് ഓൺ ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ആർട്ടിക്കിൾ. ഒരു ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് വിൽക്കുകയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചെലവുകളെയും നമുക്ക് എന്ത് വിളിക്കാം? കോസ്റ്റ് എന്ന് വിളിക്കാം. എന്താണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ദ ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ആ ടെക്നിക്കിനെ അല്ലെങ്കിൽ ആ പ്രക്രിയ, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റിംഗ്. അപ്പോൾ കോസ്റ്റിംഗ് ക്ലിയർ ആയില്ലേ? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചിലവും കോസ്റ്റാണ്. കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ആ പ്രോസസ്സ്, ആ പ്രക്രിയ അല്ലെങ്കിൽ ടെക്നിക്കിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുക. സെറ്റല്ലേ? അടുത്ത കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. അല്ലേ? അക്കൗണ്ടിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രത്യേക ബ്രാഞ്ചാണ് കോസ്റ്റ് അക്കൗണ്ടിങ്, വിച്ച് ഇൻവോൾവ്സ് ക്ലാസിഫിക്കേഷൻ, അക്യുമുലേഷൻ, അസൈൻമെൻറ്റ് ആൻഡ് കൺട്രോൾ കോസ്റ്റ്. അല്ലേ? കോസ്റ്റുകളെ തരംതിരിക്കാനും അക്യുമുലേറ്റ് ചെയ്യാനും അസൈൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ജനറൽ ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിളാണ്. അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് പോയിന്റുകളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ഒബ്ജക്റ്റീവ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾക്ക് പല ക്വസ്റ്റ്യനിലും എഴുതാൻ പറ്റും കേട്ടോ. അതായത് ജോബ് കോസ്റ്റിംഗ് ആയിക്കോട്ടെ, ബാച്ച് കോസ്റ്റിംഗ് ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഒബ്ജക്റ്റീവ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് പഠിക്കുമ്പോൾ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് കേട്ടത്. എല്ലാത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് പ്രത്യേകം എടുത്ത് ചോദിച്ചാലും ഇതൊക്കെ തന്നെ എഴുതിയാൽ മതി. എന്തൊക്കെയാ? ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ്. അല്ലേ? അതായത് ഒരു ഗുഡ് ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ടു പ്രൊവൈഡ് കോസ്റ്റ് ഡാറ്റ ഫോർ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. അല്ലേ? ഒരു ഉൽപ്പന്നത്തിൻ്റെ, ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ്, വിൽപ്പന ചെയ്യുന്ന വില കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാനും നമ്മളെ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ടു അസർട്ടൈൻ പ്രോഫിറ്റബിലിറ്റി, ഓരോ ഉൽപ്പന്നത്തിന് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഭാവിയിലേക്ക് വേണ്ട എക്സ്പാൻഷൻ പോളിസീസ് അത് മാനേജ് ചെയ്യാനായിട്ടുള്ള അഡ്വൈസ് കൊടുക്കാൻ സഹായിക്കുന്നു. അതുപോലെ പെർപ്പച്വൽ ഇൻവെൻട്രി, അതായത് ഇൻവെൻട്രി സിസ്റ്റം ഇല്ലേ, സ്റ്റോക്ക്, അത് കൺട്രോൾ ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട കാര്യം, കോസ്റ്റ് കൺട്രോളൊക്കെ വേണമെങ്കിൽ ഇതിൽ എഴുതാം കേട്ടോ. ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഈ പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാ ഒബ്ജക്റ്റീവ്സിലും, എല്ലാ ടെക്നിക്സ് ഓഫ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിലും എഴുതാൻ പറ്റും. ഇനി സ്കോപ്പ്, കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ഏതൊക്കെ മേഖലകളിൽ ഉപയോഗിക്കുക, എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക കോസ്റ്റ് അക്കൗണ്ടിങ്? ഒന്ന് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ, അല്ലെ? കോസ്റ്റുകൾ തരംതിരിക്കാൻ, കോസ്റ്റ് റെക്കോർഡ് ചെയ്യാനായിട്ട്, കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യാനായിട്ട്, കോസ്റ്റ് അസർട്ടൈൻമെൻറ്റിന്, കോസ്റ്റ് കമ്പാരിസന്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ, കോസ്റ്റ് ഓഡിറ്റ് നടത്താൻ, കോസ്റ്റ് റിപ്പോർട്ടിങ്, ഇങ്ങനെ പല മേഖലകളിൽ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കാം. ഇനി അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റുകളാണ് ഇത്. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ അഡ്വാൻറ്റേജസിലും ഇമ്പോർട്ടൻസിലും മെറിറ്റ്സിലൊക്കെ എഴുതാൻ പറ്റുന്ന പോയിന്റാണ്. ഒന്ന്, ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് എസ്റ്റിമേറ്റ്. അതായത് ഒരു ഏകദേശ കണക്കിലുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഇറ്റ് എലിമിനേറ്റ്സ് വേസ്റ്റേജ്. മക്കൾ ഈ പോയിന്റ് ഓർത്ത് വെച്ചോട്ടോ. ഇറ്റ് എലിമിനേറ്റ്സ് വേസ്റ്റേജസ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടെത്തുമ്പോൾ ആവശ്യമില്ലാത്ത കോസ്റ്റുകളൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. വേസ്റ്റേജുകൾ നമുക്ക് പരമാവധി നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതിലൂടെ സാധിക്കും. അതുപോലെ കമ്പാരിസൺ, മറ്റുള്ള പ്രൊഡക്റ്റായിട്ടോ അല്ലെങ്കിൽ സെയിം പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ നമ്മൾ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻവെൻറ്ററി കൺട്രോൾ. സ്റ്റോക്കില്ലേ, അതായത് ഒരു സ്ഥാപനത്തിലെ സ്റ്റോക്കുകൾ കൃത്യമായി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും. അതുപോലെ പീരിയോഡിക്കൽ, അതായത് ഓരോ മാസമോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ ഉള്ള കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും അത് കണ്ടെത്താനും നമ്മൾ സഹായിക്കും. എഫിഷ്യൻസി അറിയാൻ, കാര്യക്ഷമത എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എംപ്ലോയി, അല്ലേ? അതായത് അവർക്ക് കൊടുക്കുന്ന ഹയർ റെമ്യൂണറേഷൻ, എംപ്ലോയ്മെൻറ്റിൽ വരുന്ന ആ ഒരു അവരുടെ ഇമ്പ്രൂവ്മെൻ്റ് അനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, ഇതെല്ലാം നമ്മളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് അഡ്വാൻറ്റേജും ഒബ്ജക്റ്റീവ്സും മെറിറ്റ്സും മാത്രമല്ല, ചില പരിമിതികളും ഉണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. എന്തൊക്കെയാണ്? ഇറ്റ് ലാക്സ് യൂണിഫോം പ്രൊസീജിയർ. എല്ലാ ടെക്നിക്സിലും ഒരേപോലെയാണ് നമ്മൾ ചെയ്യണേ. കോൺട്രാക്ട് കോസ്റ്റിങ്ങിലും പ്രോസസ് കോസ്റ്റിങ്ങിലും അതുപോലെ ജോബ് കോസ്റ്റിങ്ങിലും ബാച്ച് കോസ്റ്റിംഗ് ഒക്കെ ഒരേപോലെയാണോ ചെയ്യണേ നമ്മൾ? ആണോ?
അല്ല. അപ്പോൾ അതൊരു ലിമിറ്റേഷൻ ആണല്ലേ. ഇറ്റ് ലാക്സ് യൂണിഫോം പ്രൊസീജിയർ. ഇതിൻ്റെ ഈ പ്രൊസീജിയർ യൂണിഫോം അല്ല, അതായത് ഒരേപോലെ അല്ല എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. കാരണം നമ്മൾ മുൻകൂട്ടിയല്ലേ നമ്മൾ കോസ്റ്റ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യണേ. അപ്പോൾ അത് ഇറ്റ്സ് വെരി കോസ്റ്റ്ലി ആണ്. ഇറ്റ് കനോട്ട് അഫോർഡബിൾ ടു സ്മോൾ ബിസിനസ്. ചെറുകിട ബിസിനസ്സുകാർക്ക് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ കോസ്റ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞത് അത്ര അഫോർഡബിൾ അല്ല, ചിലവ് കൂടുതലല്ലേ. മോഡേൺ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് ഇന്നാപ്ലിക്കബിൾ ടു മെനി ഇൻഡസ്ട്രീസ്. അതായത് ഒരുപാട് സ്ഥാപനങ്ങളിൽ, ഒരുപാട് വ്യവസായങ്ങളിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, മോഡേൺ മെത്തേഡുകൾ ഉപയോഗിക്കുന്നില്ല. അതൊരു പരിമിതിയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ കൺവെൻഷൻസ് ആൻഡ് അസംഷൻസ്. ചില അക്കൗണ്ടിങ്ങിലുള്ള പോലെ തന്നെ ചില കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും ചില ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ട്, ചില കൺവെൻഷൻസും അസംഷനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതൊരു ലിമിറ്റേഷനായിട്ട് പറയാം. അതിൽ കൺഫ്യൂഷൻ റിഗാർഡിങ് നോൺ കോസ്റ്റ് ഐറ്റം, അതായത് കോസ്റ്റ് അല്ലാതെ വരുന്ന ചില ഐറ്റംസ് വരുന്നത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷൻസ്, പ്രവർത്തനങ്ങൾ എന്തിനൊക്കെയാണ്, അത് ഓൾറെഡി ഇപ്പോൾ നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജും പറഞ്ഞില്ലേ, അതിൽ നിന്ന് തന്നെ എടുത്ത് നിങ്ങൾക്ക് പോയിന്റുകൾ എഴുതിയാൽ മതി. ഒന്ന് ഡിസിഷൻ എടുക്കാനായിട്ട് സഹായിക്കുന്നു, അതുപോലെ പോളിസി ഫോർമുലേറ്റ് ചെയ്യാനായിട്ട്, റിസോഴ്സുകളെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട്, കമ്പാരിസന് വേണ്ടി സഹായിക്കുന്നു. ഇതൊക്കെ വേണമെങ്കിൽ നമുക്കതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയാം. ഈ കോസ്റ്റ് യൂണിറ്റ് 2 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ പ്രോഫിറ്റ് സെൻറ്റർ, കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ദി യൂണിറ്റ് കോസ്റ്റ് ഈസ് എ പ്രൈസ് ഇൻകേർഡ് ബൈ എ കമ്പനി ടു പ്രൊഡ്യൂസ്, സ്റ്റോർ ആൻഡ് സെൽ 1 യൂണിറ്റ് ഓഫ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഇപ്പം നമ്മളൊരു 1000 സൈക്കിൾ ഉണ്ടാക്കാൻ ഇത്ര കോസ്റ്റ് വന്നു. അതിൽ നിന്ന് ഒരൊറ്റ സൈക്കിളിൽ നിന്ന് വരുന്ന കോസ്റ്റ് കണ്ടുപിടിക്കില്ലേ നമ്മൾ? ഒരൊറ്റ 1 യൂണിറ്റ് ഓഫ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കില്ലേ? ഇസ് എ അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഫോർ 1 യൂണിറ്റ് ഓഫ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എഴുതിയാലും മതി. അതായത് ഒരു പ്രൊഡക്റ്റിന് വരുന്ന കോസ്റ്റ് കണ്ടെത്തുന്ന രീതിയാണ് കോസ്റ്റ് യൂണിറ്റ്. ക്ലിയർ ആയോ? ഒരൊറ്റ യൂണിറ്റിന് വരുന്ന കോസ്റ്റ്. ക്ലിയർ? ഇനി കോസ്റ്റ് സെൻറ്ററും പ്രോഫിറ്റ് സെൻറ്റർ, ഇത് ഒരെണ്ണം എന്തായാലും വരും കേട്ടോ. കോസ്റ്റ് സെൻറ്ററും പ്രോഫിറ്റ് സെൻറ്റർ എന്തായാലും പഠിച്ചിട്ട് പോവുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് ഫോർ വിച്ച് സെപ്പറേറ്റ് കോസ്റ്റ് കളക്ഷൻ ഈസ് അറ്റംപ്റ്റഡ്. അതായത് ഓരോ സ്ഥാപനത്തിൽ ഈ കോസ്റ്റ് കണ്ടെത്താനായിട്ട് ഓരോ സ്ഥാപനത്തിൽ ഒരു പ്രത്യേക ഒരു ഏരിയ ഉണ്ടാവും, മനസ്സിലായോ? ഒരു സബ് യൂണിറ്റ് ഉണ്ടാവും. അതിനെയാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുക. അപ്പോൾ പ്രോഫിറ്റ് കണ്ടെത്താനായിട്ടുള്ള ആ ഒരു സബ് യൂണിറ്റിനെ എന്താ വിളിക്കുക, സെഗ്മെൻറ്റ് എന്താ വിളിക്കുക? അപ്പോൾ പ്രോഫിറ്റ് സെൻറ്റർ. അപ്പോൾ അത് രണ്ടും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ഓർഗനൈസേഷനും ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു സബ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ ഉണ്ടാവും. എന്തിനായിട്ട്? അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് കാണാനാണെങ്കിൽ കോസ്റ്റ് സെൻറ്റർ, പ്രോഫിറ്റ് കാണാനാണെങ്കിൽ പ്രോഫിറ്റ് സെൻറ്റർ. ഈ പ്രോഫിറ്റ് സെൻറ്ററും കോസ്റ്റ് സെൻറ്ററും ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാലോ, ദീസ് ആർ ഓട്ടോണമസ്. അതായത് ഓട്ടോണമസ് ആണ് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ. കോസ്റ്റ് സെൻറ്റർ ദീസ് ആർ നോട്ട് ഓട്ടോണമസ്. അതായത് ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സ്വയം അവർ എന്ത് ചെയ്യുന്നു, ഇൻകം കണ്ടുപിടിക്കുന്നു, എക്സ്പെൻസ്, അങ്ങനെ ഒരു സ്വയം ഭരണാധികാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ പ്രോഫിറ്റ് സെൻറ്റർ അത് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യില്ല. കോസ്റ്റ് സെൻറ്റർ അങ്ങനെയല്ല, എല്ലാ ടൈപ്പ് ഓഫ് കോസ്റ്റും വരും, അതുകൊണ്ട് ഓട്ടോണമസ് അല്ല. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബിക്കോസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് ഓപ്പറേഷൻ. അല്ലേ, ഈ പ്രോഫിറ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്ത് എന്തിനാ? ഡീസെൻട്രലൈസേഷൻ വരുന്ന കാരണമാണ്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെയിനായിട്ട് ഒരാൾ ഉണ്ടാവില്ല സെൻട്രലൈസ്ഡ് ആയിട്ട്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് പ്രോഫിറ്റ് സെൻറ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ കോസ്റ്റ് സെൻറ്റർ ആണെങ്കിൽ ഇറ്റ് ഇസ് ക്രിയേറ്റ് ഫോർ അക്കൗണ്ടിങ് കൺവീനിയൻസ് ഓഫ് കോസ്റ്റ് ആൻഡ് ദെയർ കൺട്രോൾ. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ കൺവീനിയൻസ്, അക്കൗണ്ടിങ്ങിന് പെട്ടെന്ന് എളുപ്പത്തിൽ കോസ്റ്റ് കണ്ടെത്താനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെൻറ്റർ ഉള്ളത് സ്ഥാപനത്തിൽ കേട്ടോ. അടുത്ത പ്രോഫിറ്റ് സെൻറ്റർ ഹാസ് എ പ്രോഫിറ്റ് ടാർഗറ്റ്. അതായത് പ്രോഫിറ്റ് സെൻറ്ററുകാർ കൂടുതലും എന്താ ഫോക്കസ് ചെയ്യുക? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. കോസ്റ്റ് സെൻറ്റർ ആണെങ്കിലോ അങ്ങനെ അവർക്ക് ടാർഗറ്റ് ഒന്നും ഇല്ലല്ലോ, പ്രോഫിറ്റിനല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക, അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് പറയാം. ഇനി കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ചിലപ്പോൾ എസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ 5 മാർക്കിനൊക്കെ വേണമെങ്കിൽ വരാം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എസ് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്, അങ്ങനെ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഡയറക്റ്റ്ലി വരുന്ന കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ഫോർ എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ടു കോസ്റ്റ് യൂണിറ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു ബെഞ്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേണ്ട മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ എന്താ നിങ്ങൾ പറഞ്ഞേ? തടി അല്ലെ, ടിമ്പർ അല്ലേ? ടിമ്പർ വേണം നമുക്ക്, തടി വേണം, ശരിയല്ലേ? അപ്പോൾ ആ തടിക്ക് വരുന്ന കോസ്റ്റാണ് ഡയറക്റ്റ് കോസ്റ്റ്. ക്ലിയർ ആയോ? നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം, ഇപ്പോൾ നമ്മൾ ചപ്പാത്തി കമ്പനി ആണെങ്കിൽ ചപ്പാത്തിയുടെ മെയിൻ ആയിട്ടുള്ള ഇൻപുട്ട് ഏതാ? ഗോതമ്പ്. അപ്പോൾ ഗോതമ്പിന് വരുന്ന കോസ്റ്റാണ് ഡയറക്റ്റ് കോസ്റ്റ്. ഇനി ഈ ചപ്പാത്തിക്ക് ഗോതമ്പ് മാത്രമല്ലല്ലോ വരിക, പിന്നെ എന്തൊക്കെ വേണ്ടി വരും ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ?
അതൊക്കെ വേണം. പറയ്. ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാറില്ല ആരുടെ വീട്ടില്? വെള്ളം വേണം, ഉപ്പ് വേണം. ഉപ്പ്, വെള്ളം, അതുപോലെ ഓയിൽ എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് മെയിൻ ആയിട്ടുള്ള സംഭവം അല്ല അല്ലേ? മെയിൻ വേണം, പക്ഷെ എന്നാൽ പോലും നമ്മൾ ചപ്പാത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡയറക്റ്റ് വരുന്ന സംഭവം ഗോതമ്പാണ്. അപ്പോൾ അതിന് വേണ്ടി വരുന്ന കോസ്റ്റാണ് ഡയറക്റ്റ് കോസ്റ്റ്. അല്ലാതെ ഈ വെള്ളത്തിനും ഉപ്പിനൊക്കെ വേണ്ടി വരുന്ന ചിലവിനെയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുക. ക്ലിയർ ആയോ? ഫിക്സഡ് കോസ്റ്റ് ആർ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ദാറ്റ് റിമെയിൻ സെയിം ത്രൂ ഔട്ട് എ സ്പെസിഫിക് പീരീഡ്. അത് എപ്പോഴും ഒരു പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റാണ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു മെഷീനറി വേണം. മനസ്സിലായോ? ഇപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ ചപ്പാത്തിക്കല്ല് വേണ്ടേ? വേണോ? ചപ്പാത്തിക്കല്ല് നമ്മൾ ഓരോ ചപ്പാത്തി ഉണ്ടാക്കാൻ ഓരോ ചപ്പാത്തിക്കല്ല് മേടിക്കൂ? ഇല്ല. അതൊരു ഫിക്സഡ് ആയിട്ട് അവിടെ ഉണ്ടാവും എപ്പോഴും അല്ലേ? അതാണ് ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഡയറക്റ്റ് കോസ്റ്റ് പോലെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ കോസ്റ്റ് ദാറ്റ് ചേഞ്ചസ് ദ ക്വാണ്ടിറ്റി. നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ അളവിനനുസരിച്ച് ഇതിൻ്റെ ചിലവ് മാറിക്കൊണ്ടിരിക്കും. ഇനി സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഫിക്സഡും അല്ല. ഫിക്സഡ് മീൻസ് പാർട്ട്ലി ഫിക്സഡും പാർട്ട്ലി വേരിയബിളും. അതായത് ഭാഗികമായിട്ട് ഫിക്സഡും ഭാഗികമായിട്ട് വേരിയബിളുമായിട്ടുള്ള തരം കോസ്റ്റിനെയാണ് സെമി വേരിയബിൾ. ഏതോ ഒരു വർഷം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സെമി വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ എന്താണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ദീസ് കോസ്റ്റ് വിച്ച് ആർ പാർട്ട്ലി വേരിയബിൾ. അതായത് പകുതി അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഫിക്സഡും ഭാഗികമായിട്ട് വേരിയബിളുമായിട്ടുള്ള കോസ്റ്റിനെയാണ് സെമി വേരിയബിൾ കോസ്റ്റ് പറയുക. ഇനി പ്രൊഡക്റ്റ് കോസ്റ്റ് പറയുക ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്ന കോസ്റ്റാണ് പ്രൊഡക്റ്റ് കോസ്റ്റ്. പീരിയോഡ് കോസ്റ്റ് പറയുക ദീസ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ഫോർ എ പീരീഡ് ആൻഡ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസ്. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് വരുന്ന മൊത്തം കോസ്റ്റിൽ ഒരു മാസം നമുക്ക് എത്ര കോസ്റ്റ് വന്നു, അതാണ് പീരീഡ് കോസ്റ്റ്. ക്ലിയർ ആയോ? ഇത്രയും. ഇനി ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള അടുത്ത 10 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ കേട്ടോ. 10 മാർക്കിന് വന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പാർട്ട് ബിയിലെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ മക്കളെ. പഠിച്ചിട്ട് പോവുക. കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണേ? കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റിന് തീരുമാനം എടുക്കുക, ഡിസിഷൻ എടുക്കാൻ വേണ്ടി. ബികോമുകാർക്ക് അടുത്ത സെമിസ്റ്ററിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പഠിക്കാനുണ്ട്. സന്തോഷമായില്ലേ? അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും കോസ്റ്റ് റിഡക്ഷനും, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തിനാണ്? ഡിസിഷൻ മേക്കിങ്ങിന്. ഇനി ദ സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് നാരോ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് വളരെ നാരോ ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്? ബ്രോഡർ ആണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ബിഗ് ബിസിനസ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഉണ്ട്. ലീഗലി നമ്മൾ ചെയ്യുന്ന പോലെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഉണ്ട്. അത് വളരെ വലിയ ബിസിനസ്സുകാർക്ക് അത് മാൻഡേറ്ററിയാണ്. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധമായിട്ടും ചെയ്യണം. പക്ഷേ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്തല്ല? നിർബന്ധമല്ല. ഇനി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് വെൻഡർ. എന്തിനാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? മാനേജ്മെൻറ്റിനും ഷെയർ ഹോൾഡറിനും വെൻഡറിനും വേണ്ടിയിട്ടാണ്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണെങ്കിലും മാനേജ്മെൻറ്റിന് വേണ്ടി മാത്രമാണ്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇറ്റ് കൺസിഡേഴ്സ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എപ്പോഴും അളക്കാൻ പറ്റുന്ന ഡാറ്റാസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ അല്ലേ? അതായത് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് മെഷറബിൾ ആണ് അല്ലേ? എമൗണ്ടിലുള്ള സംഭവം മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ക്വാണ്ടിറ്റേറ്റീവ് എടുക്കും, ക്വാളിറ്റേറ്റീവ് എടുക്കും. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ യൂസ്ഡ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കും, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കും. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു കോസ്റ്റ് റിലേറ്റഡ് ഡാറ്റ. അതായത് കോസ്റ്റ് റിലേറ്റഡ് ഡാറ്റയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അങ്ങനെയല്ല, ഫിനാൻഷ്യലും വരും, കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റാസും വരും. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് ബോത്ത് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. കണ്ടോ, ഇപ്പോഴത്തെ കോസ്റ്റും ഭാവിയിൽ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ കാണാറില്ല. കൊട്ടേഷൻ ഓർമ്മയില്ലേ? ടെൻഡർ ഓർ കൊട്ടേഷൻ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു പെൻ ഉണ്ടാക്കാൻ, ഒരു പിയാനോ ഉണ്ടാക്കാൻ നമുക്ക് എത്ര കോസ്റ്റ് വരുമെന്ന് കണ്ടെത്തില്ല നമ്മൾ മുൻകൂട്ടി. അപ്പോൾ അതന്നെ. അപ്പോൾ പ്രസൻറ്റും ഫ്യൂച്ചറും ഇടപാടുകൾ നമ്മൾ എവിടെ കൺസിഡർ ചെയ്യും? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. പക്ഷേ മറ്റൊരുതാണെങ്കിൽ ഫ്യൂച്ചർ, അതായത് ഡിസിഷൻ എടുക്കാനല്ലേ നമ്മൾ പോകണം. അതുകൊണ്ട് ഫ്യൂച്ചർ മാത്രമേ ഡീൽ ചെയ്യുള്ളൂ കേട്ടോ. അടുത്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ് കേട്ടോ. അതും 10 മാർക്കിനാണ്. അപ്പോൾ ഏതെങ്കിലും ഡിഫറൻസ് വരാം ഫിനാൻഷ്യലും കോസ്റ്റും. ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ കംപ്ലീറ്റ് റെക്കോർഡാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് അങ്ങനെയല്ല. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും കോസ്റ്റ് റിഡക്ഷൻ, നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. ഇനി ഇത് ഹോൾ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഹോൾ ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ മൊത്തമായിട്ടുള്ള അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. പക്ഷേ മറ്റുവാണെങ്കിലോ ഇറ്റ്സ് ഓൺലി പാർട്ട് ഓഫ് ഹോൾ അക്കൗണ്ട്. മൊത്തം അക്കൗണ്ടിൽ ഒരു ഭാഗം മാത്രമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യുക? കൺസർവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ +1? അപ്പോൾ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, പഠിച്ചിട്ടില്ലെങ്കിൽ.
ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. അതായത് സ്റ്റോക്കിൻ്റെ വില വാങ്ങിയ വിലയും നോക്കും, ഇപ്പോഴത്തെ മാർക്കറ്റിൽ വിലയും നോക്കും, എന്നിട്ട് ഏതാണോ ചെറുത് അതേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ കേട്ടോ. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിലോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിലോ സ്റ്റോക്ക് എപ്പോഴും നമ്മൾ ഏത് പ്രൈസ് എടുക്കുള്ളൂ? കോസ്റ്റ് പ്രൈസ് എടുക്കുള്ളൂ, മാർക്കറ്റ് പ്രൈസ് കൺസിഡർ ചെയ്യില്ല. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആർ കൺസേൺ വിത്ത് എക്സ്റ്റേണൽ, പുറത്തുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എപ്പോഴും ഇന്ത്യയിലെ ട്രാൻസാക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എപ്പോഴും ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. എന്താ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പറഞ്ഞാൽ? വാട്ട് ഈസ് ഹിസ്റ്ററി? പാസ്റ്റ് ഡാറ്റ ഓൾറെഡി സംഭവിച്ചത് മാത്രമേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല, ഹിസ്റ്റോറിക്കലും ഫ്യൂച്ചറിസ്റ്റിക്കും അല്ലെ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസ് നമുക്ക് കിട്ടും. കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്, ഓരോ പ്രൊഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ ജോബിൻ്റെയും അല്ലെങ്കിൽ ഓരോ സർവീസിൻ്റെയും കോസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഫോർകാസ്റ്റിംഗ്, മുൻകൂട്ടി നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉപയോഗിച്ച് പ്രവചിക്കാൻ പറ്റില്ല, പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഫോർകാസ്റ്റിംഗ് പോസിബിൾ ആണ് അല്ലേ. ഇനി ഇത് പ്രോഫിറ്റബിലിറ്റി ആണ് മെഷർ ചെയ്യുന്നതെങ്കിലോ ഇത് കോസ്റ്റ് ആണ് മെഷർ ചെയ്യുന്നത്. ഇത് ആക്ച്വൽ കോസ്റ്റ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ, ഇതാണെങ്കിലോ ആക്ച്വലും എസ്റ്റിമേറ്റഡ് കോസ്റ്റും നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇത് പ്രൈസ് പോളിസി അതിൻ്റെ ഫോർമുലേറ്റിന് ഒരിക്കലും നമ്മൾ സഹായിക്കില്ല. അതായത് നയങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരിക്കലും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ദീസ് ആർ ഗൈഡഡ് ബൈ ഗ്യാപ്പ്. ഗ്യാപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? GAAP കേട്ടിട്ടുണ്ടോ? എന്താ അതിൻ്റെ ഫുൾ ഫോം? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. കുറേ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് വണ്ണിൽ അല്ലേ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, മണി മെഷർമെൻറ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ല, അങ്ങനെ കുറേ പഠിച്ചിട്ടില്ലേ? കൺസർവേറ്റിസം, വെരിഫയബിൾ ഓർ ഒബ്ജക്റ്റിവിറ്റി. അങ്ങനെ അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുക. ഇവിടെയാണെങ്കിൽ അങ്ങനെ സ്പെസിഫിക് ഗൈഡൻസ് ഒന്നും ഇല്ല. ഓൺലി മോണിറ്ററി ഇൻഫർമേഷൻ. മോണിറ്ററി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ, അളക്കാൻ പറ്റുന്ന പണപരമായിട്ടുള്ള മണി മെഷർമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഇല്ലേ, മോണിറ്ററി ഇൻഫർമേഷൻ മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുള്ളൂ. ഇവിടെ നോൺ മോണിറ്ററിയും കൺസിഡർ ചെയ്യും. അടുത്ത പ്രൊഡക്റ്റ് കോസ്റ്റും പീരീഡ് കോസ്റ്റും. നേരത്തെ പറഞ്ഞതാണ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഇതൊരു പർട്ടിക്കുലർ പീരീഡിലേക്ക്, ഇത് വേരിയബിളാണ്, അത് ഫിക്സഡ് ആണ് കേട്ടോ. ഇതൊരു മാനുഫാക്ചറിങ് കോസ്റ്റാണ്, അത് നോൺ മാനുഫാക്ചറിങ് ആണ്. എന്താണ് സങ്ക് കോസ്റ്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, 2 മാർക്കിന് ചോദിക്കും. എന്താ സങ്ക് കോസ്റ്റ്? സങ്ക് എന്ന് പറയുന്നത് അർത്ഥം ഇത് സങ്ക് എന്ന് പറഞ്ഞാൽ സങ്ക് മീനിങ് അറിയില്ലേ? അറിയില്ല ആർക്കും? മുങ്ങിപ്പോയാന്നൊക്കെ നമ്മൾ പറയില്ലേ? അത് ഓൾറെഡി പാസ്റ്റ് ആണത്, മനസ്സിലായോ? അപ്പോൾ സങ്ക് കോസ്റ്റ് മീൻസ് കോസ്റ്റ് വിച്ച് വാസ് ഇൻകേർഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് നോട്ട് റെലവൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ക്ലിയർ അല്ലേ? ഓൾറെഡി ഇപ്പോൾ നമ്മളൊരു ഫർണിച്ചർ വാങ്ങി അല്ലെങ്കിൽ മെഷീനറി വാങ്ങി, അപ്പോൾ ആ കോസ്റ്റ് നമുക്ക് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെ ഓൾറെഡി സംഭവിച്ച കോസ്റ്റിനെയാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുക. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവസരാത്മക ചെലവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരൊറ്റ പ്രൊഡക്റ്റ് നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ മറ്റൊരു ഗുഡ് നമ്മൾ എത്രത്തോളം നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ, അതായത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് നമ്മൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നു, ആ കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക. ഇനി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള 10 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ. ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ഓർ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഓർ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. ശ്രദ്ധിക്കണം കേട്ടോ, ടൈപ്സ്, മെത്തേഡ്സ്, ടെക്നിക്സ്, ഈ 3 ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ പേര് എഴുതി വയ്ക്കുക. ഏതൊക്കെയാണ്? ജോബ് കോസ്റ്റിംഗ്, അതെന്താണെന്ന് ബ്രീഫായിട്ട് ഇത് ഓരോ ജോബിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കാൻ. പ്രോസസ് കോസ്റ്റിംഗ് അറിയാലോ, യൂണിറ്റ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ് ബികോമാർ പഠിച്ച് വയ്ക്കുക കേട്ടോ, കാരണം ഇവിടെ തിയറിയിൽ ചിലപ്പോൾ വരാം. യൂണിഫോം കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്, അബ്സോർഷൻ കോസ്റ്റിംഗ്. ഈ അബ്സോർഷൻ കോസ്റ്റിംഗ് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ദിസ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് വെർ ഇൻ ദ ടോട്ടൽ കോസ്റ്റ് ഈസ് ചാർജ് ടു കോസ്റ്റ് യൂണിറ്റ്. അതായത് മൊത്തം കോസ്റ്റിന് നമ്മൾ ഓരോ യൂണിറ്റിനും വേണ്ട കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അബ്സോർഷൻ കോസ്റ്റിംഗ്. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിച്ചു വയ്ക്കുക. ഇസ് എ ബെഞ്ച് മാർക്ക് മെഷർമെൻറ്റ് ഓഫ് റിസോഴ്സ് യൂസേജ് സെറ്റ് ഇൻ ഡിഫൈൻഡ് കണ്ടീഷൻ. ഒരു ഡിഫൈൻഡ് കണ്ടീഷനിൽ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് ഇല്ലേ, ആക്ച്വലും ഓൾറെഡി മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തതുമായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ബഡ്ജറ്ററി കോസ്റ്റിംഗ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ്, അങ്ങനെ ചാപ്റ്ററിൻ്റെ പേരും ഈ പറയുന്ന ഒരു 3-4 എക്സ്ട്രാ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇതൊക്കെയാണ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് കേട്ടോ. ഇനി കോസ്റ്റിങ്ങിൽ വരുന്ന എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? നിങ്ങൾ
ഇത് പഠിച്ചിട്ടില്ലേ നമ്മുടെ കോസ്റ്റ് ഷീറ്റ്? അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഡയറക്റ്റ് എക്സ്പെൻസ്, പിന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, പിന്നെ ഓവർ ഹെഡ് ഉണ്ട് അല്ലേ? അപ്പോൾ അതങ്ങ് എടുത്ത് എഴുതിയാൽ മതി. അതാണ് എലമെന്റ് ഓഫ് കോസ്റ്റിംഗ് കേട്ടോ. അപ്പോൾ എലമെന്റ് ഓഫ് കോസ്റ്റിംഗ് ചോദിച്ചാൽ അതാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവരും ക്ലിയർ ആയി. ഫസ്റ്റ് ചാപ്റ്റർ പക്ക തിയറിയാണ്, അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് മൊഡ്യൂൾ ക്ലിയർ ആയില്ലേ? സെക്കൻഡ് മൊഡ്യൂൾ 2 മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഈസിലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് ഈസിലി ട്രേസബിൾ അല്ല. മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ, മെറ്റീരിയൽ വാങ്ങാനായിട്ടുള്ള ചിലവുകൾ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയാണ് മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തിനാണ് അങ്ങനെ മെറ്റീരിയൽ വാങ്ങുമ്പോൾ നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യണേ? ഒന്ന് നമുക്ക് അണ്ടർ സ്റ്റോക്കിംഗ്, അതായത് സ്റ്റോക്കിൻ്റെ കുറവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഓവർ സ്റ്റോക്കിങ് നമുക്ക് ഒഴിവാക്കാം അല്ലേ? അതായത് ഒരു സ്ഥാപനത്തിൽ വേണ്ട ആവശ്യമായുള്ള സ്റ്റോക്ക് മാത്രം വാങ്ങി വെച്ചാൽ മതി, അത് കുറയാനും പാടില്ല കൂടാനും പാടില്ല. അപ്പോൾ അണ്ടർ സ്റ്റോക്കിങ്ങും ഓവർ സ്റ്റോക്കിങ്ങും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. വേസ്റ്റേജ് ലോസുകൾ നമുക്ക് ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും. ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. പ്രോപ്പറായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ, റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ടു പ്രൊവൈഡ് റിക്വയർമെൻറ്റ് ഇൻഫർമേഷൻ, മാനേജ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും. മെറ്റീരിയലിൻ്റെ പ്രൊക്യൂർമെൻറ്റ് മനസ്സിലാക്കാൻ, അങ്ങനെയുള്ള ഒരു 5 പോയിന്റ് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി മെറ്റീരിയൽ കൺട്രോളിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. നിങ്ങൾ പറയാൻ പറ്റില്ല, മേ ബി ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, അടുത്താണ് പർച്ചേസ് ഓർഡർ. എന്താ പർച്ചേസ് ഓർഡർ? പേരിൽ തന്നെയുണ്ട് അല്ലേ? ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെൻറ്റ് ബൈ എ ബയർ സെൻഡ് ടു എ സപ്ലയർ ഓർ വെൻഡർ ടു ഓതറൈസ് എ പർച്ചേസ്. നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലോട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, അത് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, അതിൽ നിങ്ങൾ പർച്ചേസ് ഓർഡർ പോലെ എഴുതും. എന്നിട്ട് ആർക്ക് കൊടുക്കും? സപ്ലയറിന് കൊടുക്കും. നമുക്ക് സാധനങ്ങളൊക്കെ തരുന്ന ആൾക്ക് കൊടുക്കും. അതാണ് പർച്ചേസ്. നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാറില്ലേ വീട്ടിലേക്ക് വേണ്ടിയിട്ട്? ഒരു തുണ്ടൊക്കെ എഴുതി കൊണ്ടുപോകാറില്ലേ? അതന്നെ, അതേപോലെ സ്ഥാപനങ്ങളിൽ വലിയ ഡോക്യുമെൻ്റ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. അതിനെയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുക. ഇനി സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ഉണ്ട്. വെൻ ഓൾ ദ പർച്ചേസസ് ആർ മെയ്ഡ് ബൈ വൺ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറ്റ് ഈസ് കോൾഡ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുക. ഇപ്പം നിങ്ങളുടെ കോളേജിലാണെങ്കിൽ എത്ര ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും? കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, പിന്നെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്? കൊമേഴ്സ്, മാനേജ്മെൻറ്റ്, പിന്നെ മാത്സ് ഉണ്ടോ? ഫിസിക്സ്, മാത്സ്, മൈക്രോബയോളജി, അങ്ങനെ കുറേയൊക്കെ ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ? ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ട ബുക്സ് വാങ്ങാനായിട്ട് ഒരൊറ്റ പർച്ചേസിങ് സെൻറ്ററേ ഉള്ളൂ. അതായത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് ബുക്സുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് എന്തുണ്ട്? ഒരു പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അവരാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്ന ആരായിരിക്കും? ഇവരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റ്. അതാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്. ക്ലിയർ ആയോ? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ട കാര്യങ്ങൾ ഒരൊറ്റ ആളാണ്, ബൈ വൺ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പർച്ചേസ് ചെയ്തെങ്കിൽ അതാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? കോസ്റ്റ് കുറയ്ക്കാം, യൂണിഫോം ക്വാളിറ്റിയിൽ മെറ്റീരിയൽസ് കൊടുക്കാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും. ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് ബുക്സോ അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? പൈസ കുറച്ച് കിട്ടില്ലേ? ഇപ്പോൾ ഇൻവെൻറ്ററി കൺട്രോൾ ചെയ്യാം, ക്ലറിക്കൽ വർക്കുകളൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി അതിൽ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ്? ചിലപ്പോൾ ഡിലേ വരാം. ഇങ്ങനെ ഒരുമിച്ച് മെറ്റീരിയൽ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഡിലേ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് പ്ലാന്റുകൾക്ക് അത്ര സ്യൂട്ടബിൾ അല്ല. അത് ചിലപ്പോൾ ഹ്യൂജ് കോസ്റ്റ് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ റോങ് പർച്ചേസ് വേണമെങ്കിൽ സംഭവിക്കാം. മനസ്സിലായി? കാരണം ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ചിലപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് വലിയ വിവരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റോങ് ആയിട്ടുള്ള പർച്ചേസ് വേണമെങ്കിൽ സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞേക്കേ, എന്തായിരിക്കും ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ? അത്രേ ഉള്ളൂ. ഇപ്പോൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബുക്ക് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങുക, അവർക്ക് വേണം മാത്സ് വേണം, അപ്പോൾ അവർക്ക് നോക്കിയെടുക്കാൻ പറ്റും, അവർക്ക് അതിന് നോളേജ് ഉണ്ട്. മനസ്സിലായി? അപ്പോൾ റോങ് പർച്ചേസോടെ നടക്കില്ല. അപ്പോൾ ഇതാണ് വെൻ പർച്ചേസസ് ആർ മെയ്ഡ് ബൈ ദി ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ്ലി. കണ്ടോ? ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതാണ് ഡീസെൻട്രലൈസ്ഡ്. അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ബജറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം. അതുപോലെ പർച്ചേസിങ് പോളിസീസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. പർച്ചേസിങ് ഓർഡർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം. ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് സപ്ലൈ നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. മനസ്സിലായോ? റൈറ്റ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ്, അത് ഓർഡറിൽ പഠിക്കുക. ആദ്യം പർച്ചേസ് റിക്വിസിഷൻ നമ്മൾ റിസീവ് ചെയ്യുക, ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ കൊടുക്കുക,
സെലക്ടിങ് ദ സപ്ലയർ, ഏത് സപ്ലയറിനെ വേണം, ആരാണ് നമുക്ക് സാധനങ്ങൾ തരേണ്ടത്, അയാളെ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവർക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കുക. എന്നിട്ട് അവരുടെ കയ്യിൽ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുക. എന്നിട്ട് ഓർഡർ പ്രകാരമുള്ള മെറ്റീരിയൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുക. എന്നിട്ട് ശേഷം ഇൻവോയ്സ് ചെക്ക് ചെയ്യുക, ബില്ല് ചെക്ക് ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ മാത്രം അവസാനം എന്ത് ചെയ്യുക, നമ്മൾ എല്ലാം കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്താൽ മാത്രം അവസാനം എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക, പൈസ അടയ്ക്കുക. അതാണ് പർച്ചേസിങ് മെറ്റീരിയൽ സ്റ്റെപ്സ്. അത് ആ ഓർഡറിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു സ്ഥാപനത്തിൽ ചെയ്യുന്ന പ്രൊസീജിയർ അത് തന്നെയാണ് കേട്ടോ. ഇനി സ്റ്റോഴ്സ് കൺട്രോൾ, ഇറ്റ് സിംപ്ലി മീൻസ് കൺട്രോൾ ഓവർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ സ്റ്റോറേജിൽ സൂക്ഷിക്കുന്ന അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് സ്റ്റോഴ്സ് കൺട്രോൾ എന്ന് പറയുക. ഒരു സ്റ്റോർ കീപ്പറിന് ഉള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്റ്റോർ കീപ്പർ, സ്റ്റോറിൽ നിൽക്കുന്ന ആളാണ് സ്റ്റോർ കീപ്പർ കേട്ടോ. അയാൾ എന്ത് ചെയ്യണം, പർച്ചേസ് റിക്വിസിഷൻ എടുക്കണം, മെറ്റീരിയൽ റിസീവ് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള പ്ലേസിൽ മെറ്റീരിയൽ കൊണ്ട് വെക്കണം, അല്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, പീരിയോഡിക്കൽ ഇൻ്റർവെൽസിൽ സ്റ്റോക്ക് എടുക്കണം, കറക്റ്റ് ആണോ സ്റ്റോക്ക് എന്നൊക്കെ നോക്കണം, ബിൻ കാർഡ് നോക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം. ബിൻ കാർഡ് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. തെഫ്റ്റ് ഡാമേജ് ഒക്കെ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്റ്റോർ കീപ്പർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി. ഇൻ ദിസ് ടൈപ്സ് ഓഫ് സ്റ്റോർ, സെൻട്രലൈസ്ഡ് സ്റ്റോർ ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ഉണ്ട്, സെൻട്രൽ സ്റ്റോർ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇൻവെൻട്രി, എന്താ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഇൻവെൻട്രി? സ്റ്റോക്കിനാണ് ഇൻവെൻട്രി എന്ന് പറയുക കേട്ടോ. സ്റ്റോക്സിനെയാണ് ഇൻവെൻട്രി എന്ന് പറയുക. പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദിസ് ഈസ് എ സിസ്റ്റം ഓഫ് വെരിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽസ് വെരിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് perpetual inventory system. It is a system of record maintained by the controlling department which reflect the physical movement of stock and their current balance. അതായത് സ്റ്റോക്ക് പോകുന്നതും കറണ്ട്ലി ഇനി ബാക്കി എത്ര ഗോഡൗണിൽ ഉണ്ടെന്നൊക്കെ നമ്മൾ നോക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റമാണ് പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? കറക്റ്റായിട്ട് സ്റ്റോക്കുകളൊക്കെ നമുക്ക് വാല്യൂ ചെയ്യാം, അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവ് മതി, പ്രോപ്പറായിട്ട് പർച്ചേസിങ് പോളിസീസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം, ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മതി. അതുപോലെ എന്തെങ്കിലും ഡിറ്റക്ഷൻ ഓഫ് തെഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും കളവുകളോ മോഷണങ്ങളോ ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താനൊക്കെ പറ്റും. നമ്മൾ എപ്പോഴും നമ്മൾ സ്റ്റോക്കിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഓവർ സ്റ്റോക്കിംഗ്, അണ്ടർ സ്റ്റോക്കിംഗ് നമുക്ക് ഒഴിവാക്കാം. ഇതൊക്കെയാണ് അതിൽ നമ്മൾ പറയാം കേട്ടോ. അടുത്ത BOM. എന്താ BOM എന്ന് പറഞ്ഞാൽ? ബിൽ ഓഫ് മെറ്റീരിയൽ. എക്സാമിന് BOM എന്നാ ചോദിക്കുക. അപ്പോൾ ആരും വായ പൊളിച്ചിരിക്കേണ്ട. എന്താണ് സാധനം? ഇറ്റ് ഈസ് എ സെൻട്രലൈസ്ഡ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ യൂസ് ടു മാനുഫാക്ചർ എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന, ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തരുന്ന ആ ഒരു സെൻറ്ററാണ് ബിൽ ഓഫ് മെറ്റീരിയൽ കേട്ടോ. അതായത് ആ പ്രൊഡക്റ്റ്, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സെൻട്രലൈസ്ഡ് സോഴ്സാണ് ബിൽ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ അബ്സ്ട്രാക്റ്റ്, മെറ്റീരിയൽ റിക്വസിഷൻ നോക്കിക്കോ, അബ്സ്ട്രാക്റ്റ് വേണമെന്നില്ല. It is a document authorizing the storekeeper to issue material stated therein to consuming department. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയൽ വാങ്ങുമ്പോൾ അവരിലേക്ക് അതിൻ്റെ ബില്ല് ഉണ്ടാവില്ലേ, അതിനെയാണ് മെറ്റീരിയൽ റിക്വസിഷൻ എന്ന് പറയുക. അതിന് നോട്ട് നമ്പർ ഉണ്ടാവും, അതായത് ബിൽ നമ്പർ എന്ന് പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ ഗോഡൗണിൽ നിന്ന് പ്രൊഡക്ഷന് വേണ്ടി എടുക്കില്ലേ മക്കളെ, എടുക്കില്ലേ? അപ്പോൾ നമ്മളൊരു ബില്ല് ഇതുപോലെ തന്നെ നമ്മൾ മേക്ക് ചെയ്യും. അപ്പോൾ അതിൽ നമ്പർ ഉണ്ടാവും, അതാണ് മെറ്റീരിയൽ റിക്വസിഷൻ കേട്ടോ, ഓർത്ത് വയ്ക്കണേ. ഇനി ഇതിനകത്ത് കണ്ടിന്യൂസ് ടേക്കിംഗ് വേണമെന്നില്ല. ഈ പ്രൈം കോസ്റ്റ് 2 മാർക്കിന് ചോദിക്കാറുണ്ട്, കോസ്റ്റ് ഷീറ്റിൽ നിന്ന് വരുന്നതാണ്. എന്താ പ്രൈം കോസ്റ്റ്? പ്രൈം കോസ്റ്റിന് വേറൊരു പേര് അറിയാമോ ആർക്കെങ്കിലും? ഡയറക്റ്റ് കോസ്റ്റ്. ഇതുപോലെ എഴുതണമെന്നില്ല. ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് മതി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുക. ഇനി ബിൻ കാർഡ്. ഈ ബിൻ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ സ്റ്റോക്ക് കാർഡ് എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് എ റെക്കോർഡ് മെയിൻറ്റെയിൻഡ് അണ്ടർ ദ പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം ബൈ ദ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഷോസ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ദ മെറ്റീരിയൽസ് റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ബാലൻസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റോക്ക് കാർഡ്. അതായത് നമ്മൾ ഗോഡൗണിലോട്ട് നമ്മൾ മെറ്റീരിയൽ വാങ്ങില്ലേ മക്കളെ, അപ്പോൾ അങ്ങനെ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ആ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി, അളവില്ലേ, അളവ് എഴുതി വെക്കുന്ന ആ കാർഡിനെയാണ് ബിൻ കാർഡ് എന്ന് പറയുക കേട്ടോ. ക്വാണ്ടിറ്റി മാത്രമേ നമ്മളതിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അതിലെത്ര മെറ്റീരിയൽ നമ്മൾ എടുത്തു, ഇനി ബാക്കി എത്ര ഗോഡൗണിലുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെറ്റീരിയലിൻ്റെ അളവ് സൂക്ഷിക്കുന്ന ഒരു കാർഡാണ് ബിൻ കാർഡ്. അതിന് അഡ്വാൻറ്റേജ് അപ്പോൾ എന്തൊക്കെയായിരിക്കും? ഏതൊരു സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ. പിന്നെ സ്റ്റോക്ക് കുറവുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കാം. അതുപോലെ പുതിയ ഇൻവെൻട്രി സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്യാം. പ്രോപ്പറായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡിലേ വരാതെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാം.
ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതേപോലെ തന്നെ ഉള്ള മറ്റൊരു ഡോക്യുമെൻ്റാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. അപ്പോൾ ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിൻ കാർഡിൽ നമ്മൾ എന്തുമാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ? മെറ്റീരിയലിൻ്റെ പക്ഷേ സ്റ്റോഴ്സ് ലെഡ്ജറിൽ ക്വാണ്ടിറ്റി ഉണ്ടാവും, വാല്യൂ ഉണ്ടാവും കേട്ടോ. ഇറ്റ്സ് എ ലെഡ്ജർ വിച്ച് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ ദ പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ആൻഡ് ദ മണി വാല്യൂ അറ്റ് എനി ടൈം. കണ്ടോ? അപ്പം നമ്മുടെ ഗോഡൗണിലുള്ള മെറ്റീരിയലിൻ്റെ അളവ് മാത്രമല്ല, പിന്നെ എന്തുകൂടെ ഉണ്ടാവും അതിനകത്ത്? മൂല്യം ഉണ്ടാവും. എത്ര രൂപയുടെ മെറ്റീരിയൽ കയ്യിലുണ്ട് അതും ഉണ്ടാവും. ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ്, ബിൻ കാർഡ് അറ്റാച്ച് ചെയ്യുന്ന ഒരു ബിന്നിലായിരിക്കും, ഒരു സെക്ഷനിൽ. സ്റ്റോഴ്സ് ലെഡ്ജർ കോസ്റ്റ് ഓഫീസിലായിരിക്കും. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റോർ കീപ്പറാണ് ബിൻ കാർഡ്. സ്റ്റോഴ്സ് ലെഡ്ജർ കോസ്റ്റ് ക്ലർക്കാണ്. ഇവിടെ ക്വാണ്ടിറ്റി മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ, ഇവിടെ ക്വാണ്ടിറ്റി ഉണ്ടാവും, വാല്യൂ ഉണ്ടാവും. ഇത് ഡോക്യുമെൻ്റ് വൈസാണ് റെക്കോർഡ് ചെയ്യുക, ഇത് അക്കൗണ്ടിങ് റെക്കോർഡായിട്ടാണ് റെക്കോർഡ് ചെയ്യുക. ഇത് സ്റ്റോക്ക് റൂമിൻ്റെ അകത്തായിരിക്കും, ഇതാണെങ്കിലോ സ്റ്റോക്ക് റൂമിൻ്റെ പുറത്തായിരിക്കും. ഇത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടാണ്. ഇതാണെങ്കിൽ സമ്മറൈസ്ഡ് ട്രാൻസാക്ഷനാണ്. ഇനി ഇത് എൻട്രീസ് ആർ പോസ്റ്റഡ് വെൻ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ മാത്രമേ നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെയാണെങ്കിലോ ട്രാൻസാക്ഷന് ശേഷമാണ് നമ്മളിത് പോസ്റ്റ് ചെയ്യുക കേട്ടോ. മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ്. ഇതും എസ് എ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 5 മാർക്ക് എപ്പോഴും പാർട്ട് ബിയിലൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ടൈപ്സ് ഓഫ് ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെൻറ്ററി നമുക്ക് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഓരോ സ്ഥാപനങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്, ടെക്നിക്സ് ഒക്കെ ചോദിച്ചിട്ട് എഴുതുക. ഒന്ന് ക്ലാസിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതാ ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ്, അതൊക്കെ വേണമെങ്കിൽ പറയാം. ഡബിൾ വിൻ സിസ്റ്റം പറയാം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പ്രോബ്ലം പഠിച്ച് EOQ ഇല്ലേ, അത് പറയാം. ഇംപ്രസ് ABC അനാലിസിസ് മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ABC അനാലിസിസ് എന്താണെന്ന് പറഞ്ഞുതരാം. VED അനാലിസിസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ JIT ജസ്റ്റ് ഇൻ ടൈം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ ഇതിൽ ഓരോന്നെടുത്ത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കും കേട്ടോ. എന്താണ് EOQ? EOQ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വാട്ട് ഈസ് EOQ? എക്കണോമിക്കിന് ഫേവറബിൾ ആവുന്ന രീതിയിൽ നമ്മള് മെറ്റീരിയലിൻ്റെ ഓർഡർ കൊടുക്കുക. തന്നെ നമ്മൾ സ്ഥാപനത്തിൽ മെറ്റീരിയലിൽ നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ നമുക്ക് വളരെ സാമ്പത്തികപരമായിട്ട് നേട്ടം ഉണ്ടാവണം അല്ലേ. എപ്പോഴും എടുത്തോടെ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ കൊടുത്താൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ വരില്ലേ, കൂടുതലായിട്ട് വരില്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് വളരെ സാമ്പത്തികപരമായിട്ട് നേട്ടം ഉണ്ടാക്കുന്ന രീതിയിൽ വേണം നമ്മൾ എത്ര അളവിലുള്ള ഉൽപ്പന്നം വേണം ഓർഡർ കൊടുക്കാൻ. അത് കണ്ടുപിടിക്കുന്ന രീതിയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കേട്ടോ. അപ്പോൾ ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ടു ബി ഓർഡർഡ് അറ്റ് വൺ ടൈം ഈസ് നോൺ ആസ് എന്താണ്? എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് ഐഡിയൽ ഓർഡർ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അടുത്ത ABC അനാലിസിസ്. ABC എന്ന് പറഞ്ഞാൽ ഓൾവേസ് ബെസ്റ്റ് കൺട്രോൾ. എന്താണ്? യെസ്. അതായത് മെറ്റീരിയൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്. മെറ്റീരിയലിൽ നമ്മൾ 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും. മെറ്റീരിയൽ എത്ര ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും? A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, C ഗ്രൂപ്പ്. A ഗ്രൂപ്പിലാണെങ്കിൽ എന്തായിരിക്കും? വാല്യൂ കൂടുതലായിരിക്കും, പക്ഷെ കുറച്ച് വാങ്ങി വെക്കുള്ളൂ. B ഗ്രൂപ്പിലാണെങ്കിൽ മെറ്റീരിയൽ വാല്യൂ കുറച്ച് എന്തായിരിക്കും? കുറവായിരിക്കും, കുറച്ച് കൂടുതൽ വാങ്ങി വയ്ക്കും. C ഗ്രൂപ്പിലാണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കും വാങ്ങി വയ്ക്കുക, പക്ഷേ കൂടുതൽ അളവിൽ വാങ്ങി വയ്ക്കും. അതാണ് ABC അനാലിസിസ് കേട്ടോ. ക്ലിയർ? അങ്ങനെ ബോക്സ് ഒക്കെ വരച്ച് ABC എന്നൊക്കെ പറഞ്ഞ് വരച്ച് എഴുതാം കേട്ടോ. അതിന് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, വർക്കിംഗ് ക്യാപിറ്റൽ ബെറ്റർ രീതിയിൽ ഉപയോഗിക്കുക, ക്ലറിക്കൽ കോസ്റ്റ് കുറയ്ക്കുക, സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കുക. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഇതേപോലെ തന്നെ വരുന്ന ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് VED. VEDയുടെ അർത്ഥം എന്താ അറിയോ? ഫുൾ ഫോം വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. വൈറ്റൽ മെറ്റീരിയൽ ഏതൊക്കെയാണ്? എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതൊക്കെയാണ്? ഡിസൈറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതൊക്കെയാണ്? അങ്ങനെ മെറ്റീരിയലിനെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നത്. കൂടുതൽ സ്പെയർ പാർട്സ് കമ്പനീസ് ആണ് ഇത് ഉപയോഗിക്കുക. നോട്ട് ചെയ്ത് വെച്ചോ. ഏത് കമ്പനീസ് ഉപയോഗിക്കുക VED അനാലിസിസ്? അടുത്ത JIT. എന്താ JIT എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻ ടൈം. ഇറ്റ് ഇസ് എൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് മെത്തേഡ് വെയർ ബൈ ലേബർ, മെറ്റീരിയൽ ആൻഡ് ഗുഡ്സ് ആർ ഷെഡ്യൂൾഡ് ടു അറൈവ് എക്സാക്ട്ലി വെൻ നീഡഡ് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അതായത് മക്കളെ നമ്മൾ നേരെ മുൻകൂട്ടി നമ്മൾ മെറ്റീരിയൽ ഒന്നും വാങ്ങി വെക്കില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രമേ മെറ്റീരിയൽ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ ഷെഡ്യൂൾ ചെയ്യുള്ളൂ. അതായത് ജസ്റ്റ് ഇൻ ടൈം. എന്താ അതിൻ്റെ അർത്ഥം? ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആവശ്യമുള്ളപ്പോൾ മാത്രം വാങ്ങി വയ്ക്കുക. അതാണ് ജസ്റ്റ് ഇൻ ടൈം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഇൻവെൻട്രീസ് റെഡ്യൂസ് ചെയ്യാം, ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ട് പറ്റും, സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അല്ലേ, ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, ലോഡ് ടൈം നമുക്ക് കുറയ്ക്കാം. അതൊക്കെയാണ് അതിൻ്റെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. അതിൻ്റെ അഡ്വാൻറ്റേജ് ഇൻവെൻട്രി നമുക്ക് സെയിം തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെ എഴുതിയാൽ മതി. ഒബ്ജക്റ്റീവ്സ് തന്നെ അഡ്വാൻറ്റേജിലും എഴുതിയാൽ മതി കേട്ടോ.
ഇനി സ്റ്റോക്ക് ലെവൽ നമ്മൾ പ്രോബ്ലം പഠിക്കുന്നുണ്ട്. റീ ഓർഡർ ലെവൽ, മിനിമം ലെവൽ, മാക്സിമം ലെവലൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? ഇല്ലേ? അത് പഠിച്ചു വെക്കുക. ഇനി ഫിഫോ മെത്തേഡ്. എന്താ ഫിഫോ എന്ന് പറഞ്ഞാൽ? അണ്ടർ ദിസ് മെത്തേഡ് മെറ്റീരിയൽസ് റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. ആദ്യം വാങ്ങിയ മെറ്റീരിയൽ ആദ്യം പ്രൊഡക്ഷന് വേണ്ടി എടുക്കുക. അത് എവിടെയൊക്കെ ഫിഫോ ഉപയോഗിക്കുക? വെയർ ഹൗസിൽ സ്പേസ് കൂടുതലൊക്കെ വേണ്ട സ്ഥലങ്ങളില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഫിഫോ ആണ് ഉപയോഗിക്കുക. അതായത് വേഗം വന്ന സാധനങ്ങൾ വേഗം എടുക്കണം, അപ്പോൾ നമുക്ക് സ്പേസ് കിട്ടുള്ളൂ. അതുപോലെ സ്റ്റോക്ക് ഹാൻഡ്ലിങ്, മിനിമം സ്റ്റോക്കുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ, വാറണ്ടി കൺട്രോൾ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഫിഫോ മെത്തേഡാണ് ഉപയോഗിക്കുക. അതിന് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? സിമ്പിളാണ്, ഈസി ടു ഓപ്പറേറ്റ് ആണ്, ആക്ച്വൽ കോസ്റ്റിലാണ് മെറ്റീരിയൽസ് നമ്മൾ ഇഷ്യൂ ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന മാർക്കറ്റ് പ്രൈസിലാണ്. ഇനിയിപ്പോൾ പ്രൈസ് കുറയുകയാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. സാധനങ്ങളുടെ വില കുറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മെത്തേഡ് ഫിഫോ മെത്തേഡാണ് കേട്ടോ. ഡിസഡ്വാൻറ്റേജ് ക്ലറിക്കൽ എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പ്രൈസ് കൂടുന്ന സിറ്റുവേഷനിൽ ഇത് സ്യൂട്ടബിൾ അല്ല. അതൊക്കെ നമുക്ക് വേണ്ടി ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. രണ്ടാമത്തെ ലിഫോ. എന്താ ലിഫോ എന്ന് പറഞ്ഞാൽ? അവസാനം വാങ്ങിയ മെറ്റീരിയൽ ആദ്യം എടുക്കുക. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. പ്രൈസ് കൂടുന്ന സമയത്ത് ഇതാണ് ഏറ്റവും നല്ലത്. പ്രൈസ് കുറയുന്ന സമയത്ത് ഏറ്റവും നല്ലത് ഏതാ? പ്രൈസ് കൂടുന്ന സമയത്ത് ഏറ്റവും നല്ലത് ലിഫോ ആണ് കേട്ടോ, പുറത്ത് വയ്ക്കണേ. ഇനി ഡിസഡ്വാൻറ്റേജ് നമുക്ക് പറയാം. പ്രൈസ് കുറയുന്ന സമയത്ത്, കൂടുന്ന സമയത്തല്ല നമ്മൾ പറഞ്ഞത്. പ്രൈസ് കുറയുന്ന സമയത്ത് സ്യൂട്ടബിൾ അല്ല, അത് വേണമെങ്കിൽ നമുക്കൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ.